പാർട്ടിക്ക് ശക്തിയുക്തം വോട്ട് വർദ്ധിച്ച ഒന്നാമത്തെ സ്ഥലം പാലക്കാടാണ്. പാലക്കാടിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് വിഹിതം 5% വർദ്ധിച്ചിരിക്കുകയാണ്. UDFന്റെ 42% തന്നെ UDFന്റെ വോട്ട് വിഹിതം നിൽക്കുന്നു. ഇടതുപക്ഷത്തിന്റെ വോട്ട് അത് പിരായിരി പോലെ, കണ്ണാടി പോലെ, മാത്തൂർ പോലെ പല പ്രദേശങ്ങളിലും അവർ തന്ത്രപൂർവ്വം രണ്ടു കൂട്ടരും ഒന്നായിരിക്കുന്നു. പക്ഷേ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പാലക്കാടിലെ എൻ്റെ പ്രവർത്തകന്മാർ, ഈ പ്രദേശത്തെ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് സാധാരണഗതിയിൽ പ്രസ്ഥാനത്തിന് വോട്ട് കിട്ടുക പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലാണ്. നമുക്ക് ഈ നിയോജകമണ്ഡലത്തിൽ 37,000 വോട്ടുകളാണ് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ളത്. അത് 49,912 വോട്ടിലേക്ക് ഉയർത്തി ഏതാണ്ട് 10,000-ലധികം വരുന്ന വോട്ടുകൾ കൂടുതൽ നൽകാൻ ഇവിടുത്തെ സഹോദരി സഹോദരന്മാർ അനുഗ്രഹിച്ചു എന്നുള്ളതുകൊണ്ട് അതിൽ എനിക്ക് സന്തോഷം. BJPയെ സംബന്ധിച്ച് ഞങ്ങൾ 3 പേർ അകത്ത്, ബാക്കിയുള്ളവർ പുറത്ത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ ലീഡറായിരിക്കുമെന്നുള്ള കാര്യത്തിൽ അകത്ത് പോയത് ചിലർക്കാരാണോ? സംസ്ഥാന അധ്യക്ഷനെ മണിച്ചിത്രത്തായിട്ട് പൂട്ടി ആ താക്കോല് ശ്രീമൻ ശിവൻകുട്ടി കൊണ്ടുപോയി. ആ പൂട്ട് മണിച്ചിത്രത്തായിട്ട് പൂട്ട് ഞങ്ങൾ അങ്ങോട്ട് പൊടിച്ചു. കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് 3 പേരും കയറിപ്പോയി. അപ്പൊ ഇതിൽ പരം ഒരു സന്തോഷവും ഇനി ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടാകാനില്ല. ഞങ്ങളുടെ പാട്രിയറ്റിന്റെ പകുതി ആയിട്ടുള്ളൂ, പകുതി വരാൻ പോകുന്നതേ ഉള്ളൂ. ഒരു നിഴൽ MLA ആയി ശോഭ ഇവിടെ പാലക്കാടിനകത്ത് ഉണ്ടാകും എന്ന് കൂടി പറയാൻ ഞാൻ അല്ല, അങ്ങനെയില്ലല്ലോ. കാരണം 37,000 വോട്ട് 49,912 വോട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രതീക്ഷയാണുള്ളത് അതിനേക്കാൾ കൂടുതലായിട്ട്? അപ്പൊ തീർച്ചയായിട്ടും വളരെ കൂടുതൽ, അതായത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വന്ന് കൈ നീട്ടി പാലക്കാട്ടുകാരോട് വോട്ട് ചോദിക്കുകയാണ്. പക്ഷെ 15 വർഷക്കാലം ഇവിടെ UDFന്റെ MLA-മാർ കൈയിലിട്ട് അമ്മാനമാടിയിട്ടുള്ള നിയോജകമണ്ഡലമാണ് പാലക്കാട് നിയോജകമണ്ഡലം. ആ നിയോജകമണ്ഡലത്തിൽ പെട്ടെന്ന് അവർക്ക് ചിലപ്പോൾ ശോഭയെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. MLA ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി പാലക്കാടിലെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. ഞാൻ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ 3 MLA-മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന, പാലക്കാടിന് വേണ്ടി ചോദിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കും. പുറത്ത് പാലക്കാടിന്റെ കാവലായിട്ട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ അതൊക്കെ നിങ്ങൾ സഹായിച്ചതല്ലേ. ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചു തന്നതാണല്ലോ. പാലക്കാട്ടുകാർക്ക് 2 MLA ഉണ്ടാകും. ഒരാൾ നിയമസഭയ്ക്കകത്തായിരിക്കും, ഒരാൾ പാലക്കാടിലെ ജനങ്ങൾക്കിടയിലായിരിക്കും. ഞാനൊരു നിഴൽ MLA ആയിരിക്കും. ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തിയുക്തം വോട്ട് വർദ്ധിച്ച ഒന്നാമത്തെ സ്ഥലം പാലക്കാടാണ്. പാലക്കാടിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് വിഹിതം 5% വർദ്ധിച്ചിരിക്കുകയാണ്. UDFന്റെ 42% തന്നെ UDFന്റെ വോട്ട് വിഹിതം നിൽക്കുന്നു. ഇടതുപക്ഷത്തിന്റെ വോട്ട് അത് പിരായിരി പോലെ, കണ്ണാടി പോലെ, മാത്തൂർ പോലെ പല പ്രദേശങ്ങളിലും അവർ തന്ത്രപൂർവ്വം രണ്ടു കൂട്ടരും ഒന്നായിരിക്കുന്നു. പക്ഷേ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പാലക്കാടിലെ എൻ്റെ പ്രവർത്തകന്മാർ, ഈ പ്രദേശത്തെ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് സാധാരണഗതിയിൽ പ്രസ്ഥാനത്തിന് വോട്ട് കിട്ടുക പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലാണ്. നമുക്ക് ഈ നിയോജകമണ്ഡലത്തിൽ 37,000 വോട്ടുകളാണ് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ളത്. അത് 49,912 വോട്ടിലേക്ക് ഉയർത്തി ഏതാണ്ട് 10,000-ലധികം വരുന്ന വോട്ടുകൾ കൂടുതൽ നൽകാൻ ഇവിടുത്തെ സഹോദരി സഹോദരന്മാർ അനുഗ്രഹിച്ചു എന്നുള്ളതുകൊണ്ട് അതിൽ എനിക്ക് സന്തോഷം. BJPയെ സംബന്ധിച്ച് ഞങ്ങൾ 3